بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم صدق الله مولانا العظيم. പ്രിയ സഹോദരങ്ങളെ, ഐനുർ റഹ്മത്ത് ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഒരു ലഘുപരിചയം ലക്ഷ്യം വെച്ചുകൊണ്ട് നാം തുടങ്ങിയ ഈ ക്ലാസിൻ്റെ 2ാം ദിവസമാണ് ഇന്ന്. മഹാനായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം തൊട്ട് 56ാമത്തെ വ്യക്തിയാണ് മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അത് വിശദമായി ചർച്ച ചെയ്യണമെങ്കിൽ അതിന് നീണ്ട സമയം ആവശ്യമാണെന്ന് മാത്രമല്ല, സവിസ്തരം ചരിത്രം പ്രതിപാദിക്കുന്ന ഇബ്നു ജരീർ പോലെയുള്ള വലിയ വിശദമായ താരീഖിലേക്ക് കടന്നു പോകണം. അതിന് നമുക്കിപ്പോൾ സന്ദർഭമില്ല, തൽക്കാലം അത് ഉദ്ദേശിക്കുന്നുമില്ല. എങ്കിലും നമുക്ക് അവരുടെ ബറക്കത്തിന് വേണ്ടി ഈ 56 പേരെ ഒന്ന് വായിക്കാം. അതിനു മുമ്പ് പൊതുവിൽ ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പിതാമഹന്മാരെ എണ്ണിയതായി വന്ന സഹീഹായ ഹദീസുകളിലൊക്കെ അദ്നാൻ വരെ പറഞ്ഞുള്ളൂ എന്ന് മാത്രമല്ല, ചില റിവായത്തുകളിൽ അവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ കദബൻ നസ്സാബൂൻ എന്ന് പറഞ്ഞത് കാണാം. ഇവിടെ നിന്ന് അങ്ങോട്ട് മേപ്പോട്ട് കുടുംബചരിത്രം പറയുന്നവർ കളവ് പറഞ്ഞു എന്ന് തോന്നിപ്പിക്കുന്ന പ്രയോഗം, അഥവാ ഊഹം വെച്ച് സംസാരിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ കഥബ എന്ന് പറഞ്ഞത്. വ്യക്തമായ അടിസ്ഥാന രേഖകളില്ലാതെ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതിനെക്കുറിച്ച് കഥബൻ നസ്സാബൂൻ എന്ന് പറഞ്ഞു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 മേപ്പെട്ടുള്ളത് കഥബൻ നസ്സാബൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഈ ഹദീസിനെ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തിയ ഇമാം സുഹൈലി റളിയല്ലാഹു തആല എന്ന് പറയുന്നത് ഹദീസിൻ്റെ കലിമത്ത് അല്ല കഥബൻ നസ്സാബൂൻ എന്നത്, മറിച്ച് ഹദീസ് റിവായത്ത് ചെയ്ത മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കലാമിൻ്റെ മുദ്റജാണ്, ഹദീസിൻ്റെ മത്തിനിൽപ്പെട്ടതല്ല. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞില്ല എന്നതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് തെറ്റാണെന്ന് വരില്ല. ഈ പരാമർശം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെങ്കിൽ അങ്ങനെ വരുമായിരുന്നു. അതല്ല, അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലയുടെ പരാമർശമാണ് എന്നതുകൊണ്ട് കൃത്യമായ അറിവില്ലാതെ ഊഹം വെച്ച് പറഞ്ഞു എന്ന അർത്ഥത്തിലേ മഹാനവർകൾ അങ്ങനെ വെച്ചിട്ടുള്ളൂ. അയിമ്മത്തുകളിൽ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു 20ൻ്റെ അപ്പുറത്തേക്ക് പിതാമഹന്മാരെ വിവരിക്കുന്നത് കറാഹത്താണെന്ന് അഭിപ്രായപ്പെട്ട ആളാണ്. എന്നാൽ ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹു പൂർണ്ണമായി അത് പറയുകയും ഏറ്റവും തൻ്റെ ജീവിതത്തിലെ പരീക്ഷണഘട്ടത്തിൽ തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി രേഖ എന്ന നിലക്ക് മഹാനായ ഖലീഫ ഹാറൂൻ റഷീദിൻ്റെ ദർബാറിൽ യമനിൽ, ആ ചരിത്രം പറഞ്ഞ് നീട്ടാൻ സമയമില്ല, യമനിൽ ഖാളിയായി ജോലി ചെയ്യുന്ന സമയത്ത് സത്യസന്ധനും നീതിമാനുമായ ഖാളി ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു
യമനിൽ നീതി നടപ്പാക്കിയപ്പോൾ അന്നത്തെ അക്രമിയായ അമീർ അദ്ദേഹത്തിൻ്റെ പലതും നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അന്ന് ചെലവുണ്ടായിരുന്ന നല്ല ഒരു ചരക്കാണ് അലവിയാക്കളുടെ അനുകൂലിയാണ്, അഥവാ ഹസൻ ഹുസൈനി പരമ്പരയിൽപ്പെട്ട മഹാന്മാരെ ഖലീഫയായി പറയുന്ന ഷിയാക്കളുടെ പ്രതിനിധിയാണ് എന്ന കുറ്റാരോപണം നടത്തുകയും മഹാനവർകളെ അറസ്റ്റ് ചെയ്ത് ദർബാറിൽ ഹാജരാക്കപ്പെടുകയും ചെയ്തു. യമനിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയും കാര്യങ്ങളും മാമം വെച്ച നിലക്ക് ബഗ്ദാദിലെത്തി ഹാറൂൺ റഷീദിൻ്റെ മുന്നിലെത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെ വിചാരണ പോലും ചെയ്യാതെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അനിതര സാധാരണമായ വ്യക്തിത്വത്തിൽ ആകൃഷ്ടനായ ഖലീഫ ഹാറൂൺ റഷീദ്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തുകൊണ്ട് അലവിയാക്കൾ അനുകൂലിച്ചു? അലിവാക്കൾ എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കളെ അനുകൂലിക്കുക എന്നല്ല അർത്ഥം, മറിച്ച് ഷിയാക്കളെ അനുകൂലിച്ചു. നിങ്ങളൊരു പണ്ഡിതനാണ്, യോഗ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ പറഞ്ഞു, അതൊരിക്കലുമില്ല. എന്നെ കേവലം ഒരടിമയായി കാണുന്ന അലവികളെ തെരഞ്ഞെടുത്ത് എന്നെ ഒരു പിതൃവ്യപുത്രനായി കണക്കാക്കുന്ന അബ്ബാസികളെ കയ്യൊയ്യുന്ന കൂട്ടത്തിലല്ല ഞാൻ എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ നസബ് പറയുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തൻ്റെ പേര് തൊട്ട് തുടങ്ങി പറഞ്ഞങ്ങനെ പോയി ആദം നബി അലൈഹി ഇസ്ലാമിലെത്തി. വആദമു മിൻ തുറാബ് എന്ന് മണ്ണിലേക്ക് ഇശാറത്ത് ചെയ്തുകൊണ്ട് വആദമു മിൻ തുറാബ് എന്ന് വരെ പറഞ്ഞു. കൂടുതൽ വിചാരണ ചെയ്യാതെ ഇത്രയും നല്ല ഒരു ഫസാഹത്ത് ഒരു യഥാർത്ഥ ഖുറൈശിയിൽ നിന്നല്ലാതെ ഉണ്ടാവുകയില്ല എന്നും നിങ്ങൾ യഥാർത്ഥ മുത്തലിബിയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ വെറുതെ വിട്ടു എന്ന് മാത്രമല്ല പാരിതോഷികം കൊടുത്തുകൊണ്ട് അവിടെ ബഗ്ദാദിൽ തന്നെ താമസിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഇമാമിനെ ഷാഫി റളിയല്ലാഹു തആല അൻഹു ആദം നബി അലൈഹി സ്വലാം വരെയുള്ള പിതാവന്മാരുടെ പരമ്പര എണ്ണി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ തൻ്റെ തല തുലാസിലാടാൻ സമയത്ത് ഏറ്റവും പ്രയാസകരമായ ഒരു പരീക്ഷണ ഘട്ടത്തിൽ പറയുമ്പോൾ അത് തികച്ചും സ്വീകാര്യയോഗ്യമായി ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ. തന്നെയുമല്ല, ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തൊട്ട് ആദം നബി അലൈഹിസ്സലാം വരെയുള്ള പിതാക്കന്മാരുടെ വിഷയത്തിൽ ചരിത്ര പണ്ഡിതന്മാർക്ക് അഭിപ്രായ ഭിന്നതയില്ല എന്നാണ് മഹാനായ ഹാഫിദുദ്ദുന്യ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്. പേര് വായിക്കുന്നിടത്ത് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. കാരണം അത് അറബി അല്ലാത്ത പേരായതുകൊണ്ട് അറബിയിൽ പറയുമ്പോൾ ചില വായന വ്യത്യാസങ്ങളുണ്ടെന്നത് ഒഴിച്ചാൽ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാം തൊട്ട് ആദം നബി അലൈഹി സ്വലാം വരെയുള്ള പാരമ്പര്യത്തിൽ ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നതയില്ല. അതിന് കാരണം പറയുന്നത് ഇബ്രാഹിമി പാരമ്പര്യമുള്ള ഇസ്രായേലികൾ തൗറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാം വരെയുള്ള പാരമ്പര്യത്തെ പറഞ്ഞിട്ടുണ്ട്. പലതും അവർ കൈകടത്തിയെങ്കിലും അതിൽ അവർ കൈകടത്തിയിട്ടില്ല. കാരണം എനിക്ക് അവൻ്റെ ആവശ്യമില്ല. കാരണം അവരുടെ പാരമ്പര്യത്തിൻ്റെ മഹിമ നിലനിർത്തലേ അവർക്ക് ആവശ്യമുള്ളൂ. തന്നെയല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം വരെ കഴിഞ്ഞാൽ പിന്നെ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിലൂടെ മറ്റൊരു കൈവഴിയായി മാറിപ്പോകുന്നത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശം അതിൽ വരുന്നില്ല. ആ നിലക്ക് തൗറാത്തിൽ പറയുന്ന പിതൃപരമ്പര ശരിയായിരിക്കാനേ സാധ്യതയുള്ളൂ, അതിൽ സംശയിക്കേണ്ടതില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടാണല്ലോ രണ്ട് കൈവഴിയായി തിരിയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മൂത്ത പുത്രൻ ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ പാരമ്പര്യത്തിലൂടെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ രണ്ടാമത്തെ പുത്രനാവുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പാരമ്പര്യത്തിലൂടെയാണ് മൂസാ നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാം ഇവരൊക്കെ വരുന്നത്. എന്നാൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാം തൊട്ട് അദ്നാൻ വരെയുള്ള ചരിത്രത്തിൽ ധാരാളം ഭിന്നതകളുണ്ട്. ഏഴ് പിതാക്കളിൽ ചുരുക്കി പറഞ്ഞവരും 30 വരെ എണ്ണിയവരുമൊക്കെ അക്കൂട്ടത്തിലുണ്ട്.
അതിന് കാരണം അറബികൾക്കിടയിൽ അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ലെന്ന് തന്നെ പറയാം. അറബി ലിപി അക്കാലത്തൊന്നും ഉപയോഗത്തിലില്ല. വാചികമായി മാത്രമേ അറബി സംസാരിക്കുന്നവരുണ്ടായിരുന്നുള്ളൂ. തന്മൂലം ഒരാൾ അയാളുടെ ഓർമ്മയിൽ നിന്നിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അയാൾ ഓർമ്മയിൽ നിന്നിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ ഓർമ്മയിൽ നിന്നെടുത്ത് പറയുമ്പോൾ സ്വാഭാവികമായ വ്യത്യാസങ്ങൾ വരാം. അങ്ങനെ കൊല്ലങ്ങൾ നീണ്ട് അദ്നാനിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് നദറിൻ്റെ കാലമാകുമ്പോഴേക്കാണ് വ്യാപകമായ തോതിൽ അറബി ലിപി പ്രചാരത്തിൽ വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കൃത്യമായി എഴുതി രേഖപ്പെടുത്തിയതുകൊണ്ടാണ് ഓർമ്മയിൽ വരുന്ന തൊട്ടു മുമ്പുള്ള പിതാക്കന്മാരും അവിടെ നിന്ന് ശേഷമുള്ളവരും എഴുതി രേഖപ്പെടുത്തപ്പെട്ടത് കൊണ്ടാണ് അദ്നാൻ വരെ ഭിന്നതയില്ലാതെ വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഓർമ്മയിൽ നിന്നെടുത്ത് പറഞ്ഞതായതുകൊണ്ട് ചില വ്യത്യാസങ്ങൾ വന്നിരിക്കാം. എന്നാൽ ഇതിൽ നിന്ന് ചരിത്രത്തിൽ ഏറ്റവും പ്രബലമായതും അറബി വംശപാരമ്പര്യത്തിൻ്റെ ചരിത്രം അറിയുന്ന പണ്ഡിതന്മാർ, ഇസ്ലാമിൻ്റെ മുമ്പ് ജാഹിലിയ കാലത്ത് ആലിമെന്നും ഹക്കീം എന്നും ഒക്കെ അറബികൾ പറഞ്ഞാൽ അതിനർത്ഥം അൻസാബുൽ അറബും അയ്യാമുൽ അറബും അറിയുന്നവർ എന്നാണ്. അൻസാബുൽ അറബ് എന്ന് പറയുമ്പോൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിലേക്ക് തൻ്റെ കുടുംബം എങ്ങനെ എത്തുന്നു എന്ന് കൃത്യമായി പറയാൻ അറിയുന്നവരാണ് വലിയ ആലിമും ഹക്കീമും. അതുപോലെ ഓരോ ഗോത്രങ്ങളും മറുഗോത്രങ്ങളുമായി നടന്ന യുദ്ധങ്ങൾ, അതാണ് അയ്യാമുൽ അറബ് എന്ന് പറയുന്നത്. ഈ രണ്ടും അറിയുന്നവനാണ് അക്കാലത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ. ഇങ്ങനെ തലമുറയായി കൈമാറി വന്ന വിജ്ഞാനമായതുകൊണ്ട് എഴുത്തില്ലാത്ത കാലത്ത് ചില സംശയങ്ങൾ വന്നെങ്കിലും കൂടുതൽ യോഗ്യരായ ലോകപ്രശസ്തരായ വംശപാരമ്പര്യം എണ്ണുന്ന പണ്ഡിതന്മാർ ശരിവെച്ച ചരിത്രപ്രകാരമാണ് നേരത്തെ ഞാൻ പറഞ്ഞ 56ാമത്തെ പിതാവായിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു വരുന്നത്. ഈ പറഞ്ഞ എല്ലാവരും അതത് കാലങ്ങളിൽ ലോകത്തെ അല്ലെങ്കിൽ അറബികളിലെ നായകന്മാരും മനുഷ്യവംശത്തിൻ്റെ തന്നെ മാതൃകായോഗ്യരും ശ്രദ്ധേയരുമായിരുന്നു. വിശദമായി ചരിത്രം പറയാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടും കുറേയേറെ പ്രയാസങ്ങളുള്ളത് കൊണ്ടും നമ്മൾ ഉദ്ദേശിച്ച വിഷയം അത്രത്തോളം അങ്ങോട്ട് പോകേണ്ടതില്ല എന്നതുകൊണ്ടും വിശദമായ ചർച്ചയിലേക്ക് കടക്കുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് ആദം നബി അലൈഹി ഇസ്ലാം തൊട്ട് പിതാവ് അബ്ദുല്ലാഹ് വരെ നീങ്ങിപ്പോന്ന ആ പിതൃ പരമ്പരയിൽ മുഴുവനും ആ നൂറിൻ്റെ വ്യക്തിത്വം പ്രതിഫലിച്ചിരുന്നു എന്ന് ചരിത്രം പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കിന്, അവരുടെ പ്രവൃത്തിക്ക് ആ സമൂഹത്തിൽ തുല്യതയില്ലാത്ത സ്വീകാര്യതയും അംഗീകാരവും ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതത് കാലങ്ങളിലുള്ള ജനങ്ങളുടെ നേതാക്കളും അവരുടെ ആദരണീയരുമായി ഈ പിതൃപരമ്പര അങ്ങോളം കാണാൻ കഴിയും. ഞാനത് പറക്കത്തിന് വേണ്ടി ഒരാവർത്തി വായിക്കാം. എന്നിട്ട് നമുക്ക് ഇസ്മായിൽ അലൈഹി ഇസ്ലാം മുതൽക്ക് ഇങ്ങോട്ട് പോന്ന് അദ്നാൻ മുതൽക്കുള്ള വിവരണത്തിലേക്ക് കടന്ന് പെട്ടെന്ന് ഈ വിഷയം അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത് മഹാനായ അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. ചുരുക്കി പറയാൻ അവർ ജീവിച്ച കൊല്ലം പറഞ്ഞതിനൊക്കെ എത്ര കൊല്ലം ജീവിച്ചു എന്നും പിന്നീട് പറയുന്നവരുടെ മാതാക്കൾ ആരാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്ന, ഞാൻ പേര് പറക്കത്തിന് വായിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം. തൊട്ടടുത്തത് രണ്ടാമത് ലോകത്ത് വന്ന നബിയും റസൂലുമായ ഷീസ് അലൈഹിസ്സലാം. അത് നബി ഇസ്ലാമിൻ്റെ പുത്രന്മാരിൽ പ്രമുഖനാണ് ഷീസ് അലൈഹിസ്സലാം. ഷീസ് അലൈഹിസ്സലാമിൻ്റെ പുത്രനാണ് അനൂഷ് എന്നും അല്ലെങ്കിൽ യാനിഷ് എന്നും പറയുന്ന മഹാൻ. അദ്ദേഹം ഷീസ് അലൈഹി ഇസ്ലാമിൻ്റെ വസിയായിരുന്നു. ദീനി കാര്യങ്ങൾ നടത്താനും താൻ നിർവഹിച്ച ധർമ്മം, ആ ദഅവത്ത് തുടർന്ന് നടത്താനും വേണ്ടിയിട്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച ആളായിരുന്നു. ഈ ഭാഷാ വ്യത്യാസം കൊണ്ടാണ് ഈ ഉച്ചാരണത്തിൽ ചില മാറ്റങ്ങൾ വരുന്നത്. അനൂഷ് എന്നും യാനിഷ് എന്നും പറയാം, രണ്ടും ആളൊന്നു തന്നെയാണ്. നാലാമത് കൈനാൻ. അദ്ദേഹത്തെ പറ്റി പിന്നെ വായനയിൽ വ്യത്യാസമൊന്നുമില്ല. കൈനാൻ. 5 മഹ്ലായിൽ. 6 യാദർ എന്ന് ചില റിവായത്തിൽ കാണുമ്പോൾ യർദ് എന്നാണ്
മറ്റു ചില റിവായത്തിൽ കാണുന്നത്. അദ്ദേഹം തന്നെ അക്കാലത്തെ ഭരണാധികാരിയായിരുന്നു, അതോടുകൂടി ദീനിന് നേതൃത്വം കൊടുത്ത ആളായിരുന്നു, തൻ്റെ പിതാവിൻ്റെ വസിയും ആയിരുന്നു. 7 അഹ്നോഹ്. അവിടെ തന്നെ ഹനോഹ് എന്ന് മറ്റൊരു പ്രയോഗവും ആ വാക്കിന് ഉണ്ട്. അഹ്നോഹ് എന്നോ ഹനോഖ് എന്നോ പറയാം. 8 മുത്തവഷ്ലഹ്. 9 ലാമക്ക് എന്നോ ലമക്കി എന്നോ, കസറാണ് രണ്ടായാലും കാഫിന്, ലാമക്കി അല്ലെങ്കിൽ ലമക്കി എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ് 9-ാമൻ. 10-ാമനായി വരുന്നത് മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളവറുകളാണ്. നൂഹ് അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം, കുഫർ ലോകത്ത് പ്രചരിച്ചതിന് ശേഷം തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തആല അയച്ച ആദ്യത്തെ നബിയും റസൂലുമാണ്. അതിൻ്റെ മുമ്പ് വന്ന നബിമാരും മുർസലീങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രം വന്നവരാണ്. അക്കാലത്ത് കുഫറില്ല, ഷിർക്കില്ല, മറിച്ച് നന്മ ഏതൊക്കെ തിന്മ ഏതൊക്കെ, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പറയണം, എന്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കാൻ വന്നവരായിരുന്നു ആദം നബി അലൈഹി സ്വലാം തൊട്ട് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ നബിമാരൊക്കെ. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ 2-ാമത്തെ ആദം എന്ന ഒരു പേരുണ്ട്. അതിന് കാരണം നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ തൂഫാനിൽ 80 ആളുകൾ സ്ത്രീയും പുരുഷനുമായി കപ്പലിൽ കയറി. അക്കൂട്ടത്തിൽ തൻ്റെ 3 മക്കൾ സാമ്, ഹാമ്, യാഫസ് എന്നീ 3 മക്കൾ കപ്പലിൽ കയറിയിരുന്നു. അവരുടെ ഭാര്യമാരും ഉണ്ടായിരുന്നു. കപ്പലിറങ്ങി ബാബിലോണിയയിലെ മദീനത്തു സമാനി നിർമ്മിച്ചതിന് ശേഷം ബാക്കിയുണ്ടായിരുന്ന 77 പേരും അങ്ങനെ കാലഗതി പ്രാപിച്ചു, യവനികക്കുള്ളിൽ മറഞ്ഞു. അവർക്കാർക്കും പിന്നെ സന്താനങ്ങൾ ജനിച്ചിട്ടില്ല. പിന്നീട് സന്താനങ്ങൾ ജനിച്ചത് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഈ 3 മക്കൾ സാമ്, ഹാമ്, യാഫസ്. കന്നാൻ എന്ന് പറഞ്ഞ മറ്റൊരു മകൻ ഉണ്ടായിരുന്നു. അത് നേരെ മകൻ തന്നെയാണ്, അല്ല പേരമകനാണ് രണ്ടായി പറയേണ്ടത്. ഏതായാലും മകനാണെങ്കിലും അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ല, കപ്പലിൽ കയറിയില്ല, തൂഫാനിൽ നശിച്ചുപോയാളാണ്. ഈ 3 മക്കളുടെ പരമ്പരയാണ് ഇന്ന് ലോകത്തുള്ള മനുഷ്യൻ മുഴുവനും. ചരിത്രം, നരവംശ ശാസ്ത്രജ്ഞന്മാർ സെമിറ്റിക് വർഗം എന്ന് പരിചയപ്പെടുത്തുന്ന, നമ്മളൊക്കെ ഉൾക്കൊള്ളുന്ന ഈ നരവർഗം, ഈ സാം എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം നബിയായിരുന്നു എന്നാണ്. സാം എന്ന് പറയുന്ന ഈ പുത്രൻ്റെ പരമ്പരയിൽ വരുന്നവർക്കാണ് സെമിറ്റിക് വർഗം എന്ന പേരിൽ മനുഷ്യനെ അറിയപ്പെടുന്നത്. ആ വിഭാഗത്തിലാണ് ഇനി വരുന്നത് സാം. 11. 12-ാമൻ അർഫഹഷ്ദ്. 13 ഷാലഹ്. 14 ഐബർ എന്നോ അല്ലെങ്കിൽ ആബർ എന്നോ 2 ഉച്ചാരണമുണ്ട് ആ പേരിന്, 14-ാമൻ. 15 ഫാലഹ്. 16 റാഹു എന്നോ അറഹു എന്നോ 2 പ്രയോഗമുണ്ട്. ആളുമാറല്ല, പേരുച്ചരിക്കുന്നിടത്തുള്ള വ്യത്യാസം. 17 ഷാറൂഹ് എന്നൊരു പ്രയോഗം, ഷാറൂഹ്. അതേ പേര് തന്നെ സാറൂഹ്, ഹ ഇല്ലാതെ ഹ ആയിട്ട് അവസാനം പുള്ളില്ലാത്ത സീനായിട്ട് 2 പ്രയോഗമുണ്ട്. സാറൂഹ് എന്നും ഷാറൂഹ് എന്നും പറയും. 17-ാമത്തെ പാപ്പ കീപോട്ട്. 18 നാഹൂർ. 19 താറഹ്. 20 ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പിതാവ് താറഹ് ആണ് എന്ന കാര്യത്തിൽ പൂർവ്വവേദക്കാരായ ചരിത്ര പണ്ഡിതന്മാരിൽ ആർക്കും പിന്നെ അഭിപ്രായമില്ല. ഈ താറഹിൻ്റെ പുത്രനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ 12 അല്ലെങ്കിൽ 13 മക്കളുണ്ട്. അതിൽ ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ പാരമ്പര്യമാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് വഹിച്ചു വരുന്ന പാരമ്പര്യം. അതുകൊണ്ട് ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ 12 മക്കളിൽ പ്രശസ്തനായ നാബിത്ത് എന്നവരിലൂടെയാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പര വരുന്നത് എന്നാണ്. പിന്നെ 23 യസ്ജുബ്. 24 യാറൂബ്. 25 തൈറഹ്. 26 നാഹൂർ. 27 മുഖവ്വം
അല്ലെങ്കിൽ മുഖവ്വിം, രണ്ട് പ്രയോഗമുണ്ട്. മുഖവ്വം എന്നും മുഖവ്വിം എന്നും ഉലമാക്കൾ അതിനെ പ്രത്യേകം തന്നെ ലബ്ത് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 28 ഖൈദാർ അല്ലെങ്കിൽ ഖൈദൂർ എന്ന് പറയുന്ന ആളാണ്. 29 ഹമൽ, 30 നബത്ത്, നാബിത്ത് എന്നുമുണ്ട്. മറ്റേ നാബിത്തല്ല, ഈ നാബിത്ത്. ഇത് മക്കൾ പരമ്പരയിൽ വന്ന മറ്റൊരു നാബിത്താണ്. 31 സലാമാൻ, 32 ഹമൈസായ്, 33 അല്യസായ്. നബിയല്ല, അല്യസായ് നബി അലൈഹിസ്സലാമിൻ്റെ പേരിൽ ഒത്ത ഒരു മഹാനാണ് അല്യസായ് എന്ന് ചരിത്രത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്യസായ് അലൈഹിസ്സലാം എന്ന നബിയല്ല. കാരണം ഇസ്മായിൽ അലൈഹിസ്സലാമിന് ശേഷം അറബികൾക്കിടയിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ മറ്റ് നബിമാരൊന്നും വന്നിട്ടില്ല. നബിമാരുടെ പേരിൽപ്പെട്ട അല്യസായ് എന്ന നബിയുടെ പേരിലാണ് ഈ മഹാനായ ഉപ്പാപ്പ അറിയപ്പെടുന്നത്. 34 ഉദദ്, 35 ഉദ്, 36 അദ്നാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹീഹായ പരമ്പരയിലൂടെ ലഭിക്കുന്ന 20 ഉപ്പാപ്പമാരിൽപ്പെട്ട അദ്നാൻ, ഉദ്ദിൻ്റെ മകൻ. പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും വർക്കത്തിന് വേണ്ടി വായിക്കാം. അദ്നാനിൻ്റെ പുത്രൻ 37 മാദ്, അദ്ദേഹത്തിൻ്റെ പുത്രൻ നിസാർ, അദ്ദേഹത്തിൻ്റെ പുത്രൻ മുളർ. ഇവർക്കൊക്കെ ധാരാളം മക്കളുണ്ട്. ഈ ഓരോ മക്കളും ഓരോ കുടുംബത്തിൻ്റെ ഓരോ കബീലയുടെ നേതൃത്വമാണ്. അത് വിശദമായി പഠിക്കുന്ന ചരിത്രത്തിലേ പറയാൻ കഴിയുള്ളൂ. 39 മുളർ, അദ്ദേഹത്തിൻ്റെ പേര് അമ്ർ എന്നാണ്. 40 ഇല്യാസ്. അതൊക്കെ ചരിത്രം പറയുമ്പോൾ ആ ഭാഗത്ത് വരും ഇൻഷാ അല്ലാഹ്. ഇതും തന്നെ ഇല്യാസ് നബിയല്ല, അമ്പിയാക്കളിൽപ്പെട്ട ഇല്യാസിൻ്റെ പേരൊത്ത ഉപ്പാപ്പയാണ് ഈ ഇല്യാസ്. അദ്ദേഹം നബിയല്ലെങ്കിലും മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാമിൽ നിന്നിട്ട് പാരമ്പര്യമായി ലഭിച്ച വലിയ ഇൽമിൻ്റെ ഉടമയായിരുന്നു. ആദ്യമായി വെള്ളിയാഴ്ച ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവർക്ക് സദ്യ നൽകുകയും വരാനിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് ഖാതിമുൻ നബിയീനെ സംബന്ധിച്ചുള്ള സുവിശേഷ പ്രസംഗം നടത്തുകയും അത് എൻ്റെ മക്കൾ പരമ്പരയിലായിരിക്കുമെന്നും അവരിലൂടെ അല്ലാഹു തആല നമ്മുടെ ഉപ്പാപ്പ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ദീൻ പുനരുദ്ധരിക്കുമെന്നും ഒക്കെ വെള്ളിയാഴ്ച ചോറ് അന്ന് യൗമുൽ അറൂബ എന്നാണ് വെള്ളിയാഴ്ചക്ക് അറിയപ്പെടുക. യൗമുൽ അറൂബയിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മഹാനായ അല്യസായ്, അതുകൊണ്ട് തന്നെ ഷെയ്ഖ് മുബജ്ജൽ, ആദരണീയനായ ഗുരു എന്നായിരുന്നു ഇല്യാസ് എന്നവർ അവരുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്നത്. പിന്നെ ഇല്യാസിൻ്റെ പുത്രൻ മുദ്രിക്കത്ത്, അദ്ദേഹത്തിൻ്റെ പേരും അമ്ര എന്നാണ്. അടുത്തത് ഹുസൈമ, പിന്നീട് ഹുസൈമത്തിൻ്റെ പുത്രൻ കിനാന, അദ്ദേഹത്തിൻ്റെ പുത്രൻ നദർ. നദർ പേരെല്ലൊക്കെ സ്ഥാനപ്പേരുകളാണ്. ഖൈസ് എന്നാ പേര് ഇൻഷാ അല്ലാഹ്. ഉപ്പാപ്പമാർ 20 ഉപ്പാപ്പമാരെ പറ്റി ചെറിയൊരു വിവരണം വരും, അവിടെ കൂടുതൽ ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. പിന്നീട് നദറിൻ്റെ പുത്രൻ മാലിക്, മാലിക്കിൻ്റെ പുത്രൻ ഫിഹിർ, ഫിഹിറിൻ്റെ പുത്രൻ ഗാലിബ്, ഗാലിബിൻ്റെ പുത്രൻ ലുഐ, ലുഐൻ്റെ പുത്രൻ കാബ്, കാബിൻ്റെ പുത്രൻ മുറ, മുറത്തിൻ്റെ പുത്രൻ ഹക്കീം എന്ന കിലാബ്, കിലാബ് എന്ന വിളിപ്പേരുള്ള ഹക്കീം. പിന്നെ കിലാബിൻ്റെ പുത്രൻ ഖുസൈ, അദ്ദേഹത്തിൻ്റെ പേര് സെയ്ദ് എന്ന. ഖുസൈൻ്റെ പുത്രൻ അബ്ദു മനാഫ്, അദ്ദേഹത്തിൻ്റെ പുത്രൻ പേര് മുഗീറ എന്ന. അബ്ദു മനാഫ് എന്നൊക്കെ സ്ഥാനപ്പേര് പിന്നീട് വിളിപ്പേര് വന്നതാണ്, മുഗീറ. ഈ അബ്ദു മനാഫിൻ്റെ പുത്രൻ ഹാഷിം, അദ്ദേഹത്തിൻ്റെ പേര് അംറുൽ ഉല എന്നാണ്. പിന്നെ ഹാഷിമിൻ്റെ പുത്രൻ അബ്ദുൽ മുത്തലിബ്, നബി തങ്ങളുടെ നേരെ പാപ്പ, അവരുടെ പേര് ഷെയ്ബത്തുൽ ഹംദ് എന്നാണ്. അവരുടെ പുത്രൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു. ഈ 56 മഹാന്മാർ ലോക ചരിത്രത്തിൽ വ്യക്തിത്വം പ്രത്യേകം നിലനിർത്തിയവരും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് കൈമാറിപ്പോരാനുള്ള സൗഭാഗ്യം ലഭിച്ചവരുമായ മഹാവ്യക്തിത്വങ്ങളാവുന്നു. അവരൊക്കെയും ഇതിൽപ്പെട്ട ഒരാൾ പോലും തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചവരായി ചരിത്രം പരിചയപ്പെടുത്തുന്നേ ഇല്ല. പിന്നെ ആകെ ചർച്ചയിൽ വരുന്ന ഒറ്റൊരു സംഭവം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പിതാവായി ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു ആസറുണ്ടല്ലോ, അദ്ദേഹം മുശ്രിക്കായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പിതൃപരമ്പരയിൽ ആസറുള്ള കാലത്തോളം പിതാക്കന്മാരിൽ ആരും മുശ്രിക്കില്ല എന്ന വാദം നിലനിൽക്കില്ല എന്ന് ചിലർ പറഞ്ഞു നോക്കുന്നുണ്ട്.
അതിനാ പറയുന്നത് ആസർ യഥാർത്ഥത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പിതാവല്ല, പിതൃവ്യനായിരുന്നു എന്നാണ് സത്യം. ഇതുപോലെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് ജനനത്തിന് മുമ്പ് തന്നെ മരണപ്പെട്ടത് കാരണം കുറച്ചു കാലം ഉപ്പാപ്പ സംരക്ഷിക്കുകയും ഉപ്പാപ്പയുടെ മരണശേഷം പിതൃവ്യനായ അബൂ ത്വാലിബ് തങ്ങളാണല്ലോ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷണം ഏറ്റെടുത്ത് നുബുവത്ത് വരെ മാത്രമല്ല നുബുവത്തിൻ്റെ 11ാം വർഷത്തിൽ അബൂ ത്വാലിബ് റമദാൻ മാസത്തിൽ വഫാത്താകുന്നത് വരെയും സ്വന്തം മക്കളെക്കാൾ എല്ലാ അർത്ഥത്തിലും പരിപാലിച്ച് സംരക്ഷിച്ച് പോന്ന അബൂ ത്വാലിബിനെ സംബന്ധിച്ച് അബൂ ത്വാലിബ് തന്നെ ഷാമിലേക്കുള്ള യാത്രയിൽ മയ്യക്കൂനു ഹാദൽ വലതു മിങ്ക എന്നവിടെയുള്ള ക്രിസ്തീയ പുരോഹിതൻ ചോദിക്കുമ്പോൾ ഇബ്നി അതെൻ്റെ മോനാണ് എന്നുണ്ട് അബൂ ത്വാലിബ് പരിചയപ്പെടുത്തുന്നു. അത് അറബിയിൽ സാധാരണ പറയുന്നതാണ്. പിതൃ സഹോദരന്മാർ ഏട്ടൻ്റെ മക്കളെ പറ്റിയും അനുജൻ്റെ മക്കളെ പറ്റിയും എൻ്റെ മക്കൾ എന്ന് പറയും. എളാപ്പ മൂത്താപ്പന്മാരെ പറ്റിയിട്ട് അറബി ഭാഷയിൽ അബ് എന്ന് പറയും. ഖുർആനും അങ്ങനെ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ വാലിദ് എന്ന പ്രയോഗം നേരെ പിതാവിന് മാത്രമേ പറയൂ. വാലിദ് വാലിദത്ത് എന്ന് പറഞ്ഞാൽ നേരെ ഉമ്മയും ബാപ്പയും അവർക്കാണ് വാലിദ് വാലിദത്ത് എന്ന് പറയാം. അതേസമയത്ത് അബ് ഉമ്മ എന്ന വാക്ക് സ്വന്തം വാപ്പക്കും വല്യപ്പാക്കും എളാപ്പാക്കും മൂത്താപ്പാക്കും പറയാം. ഉമ്മ എന്ന പ്രയോഗം മാതാവിനും പിതാവിൻ്റെ മാതാവിനും മാതാവിൻ്റെ മാതാവിനും മാതാവിൻ്റെ ജ്യേഷ്ഠാനുജത്തികൾക്കും ഒക്കെ ഉമ്മ എന്ന അറബിയിൽ പ്രയോഗിക്കും. അതേസമയത്ത് വാലിദത്ത് എന്ന് പറഞ്ഞാൽ നേരെ ഉമ്മ തന്നെ, വാലിദ് എന്ന് പറഞ്ഞാൽ നേരെ പിതാവ് തന്നെ. പിതാവിന് വേണ്ടി അഥവാ ആസറിന് വേണ്ടി അസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം വാക്ക് കൊടുക്കുകയും അവസാനം ഫലമ്മാ തബയ്യന അന്നഹു അദുവ്വുൻ ലില്ലാഹി തബറഅ മിൻഹു കാഫിറായി തന്നെ ആസർ മരണപ്പെട്ടു പോയപ്പോൾ മരിച്ചുപോയ കാഫിറിന് വേണ്ടി പൊറുക്കലിനെ തേടാൻ പാടില്ലാത്തത് കൊണ്ട് തബറഅ മിൻഹു അദ്ദേഹത്തിന് പൊറുക്കലിനെ തേടുന്നതിൽ നിന്നിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം സ്വലാം ഒഴിവായി. യഥാർത്ഥത്തിൽ ആസർ മരിക്കുന്നത് ഹറാനിൽ വെച്ചിട്ടാണ് എന്നാണ് ചരിത്രം പറയുന്നത്. ബാബിലോണിയയിൽ വെച്ചിട്ടല്ല, ഹറാനിൽ വെച്ചിട്ടാണ് ഇയാൾ മരണപ്പെടുന്നത് എന്ന്. അത് കഴിഞ്ഞ് ഫലസ്തീനിൽ പോയി, അനന്തരം ഈജിപ്തിൽ വന്ന് തിരിച്ച് വീണ്ടും ഫലസ്തീനിൽ പോയി. തനിക്ക് സന്താനങ്ങളൊക്കെ ജനിച്ചു, മക്കൾ വലുതായി, കഅബ ശരീഫ് നിർമ്മാണം കഴിഞ്ഞു. തൻ്റെ മരണത്തോടടുത്ത സമയത്തും റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തതായിട്ട് ഖുർആനിൽ കാണാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ വഗ്ഫിർലി അബി ഇന്നഹു കാന മിനൽ-ളാലിൻ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്യുന്നുണ്ട്. വഗ്ഫിർലി അബി ഇന്നഹു കാന മിനൽ-ളാലിൻ, എൻ്റെ പിതൃവ്യനായ ആസറിന് പടച്ചവനെ നീ മഗ്ഫിറത്ത് നൽകണമേ എന്ന് ദുആ ചെയ്തിരുന്നു. അത് ഖുർആൻ തന്നെ പറയുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഇസ്തിഗ്ഫാർ ലിഅബീഹി ഇല്ലാ മൗഇദത്തിൻ വഅദഹാ ഇയ്യാഹു ഫലമ്മാ തബയ്യന അന്നഹു അദുവ്വുൻ ലില്ലാഹി തബറഅ മിൻഹു. വാലിദാവുന്ന ആസറിന് വേണ്ടി അല്ല പറയുന്നത്, അബാവുന്ന ആസറിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു വേള ഒരു ഘട്ടത്തിൽ ദുആ ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം കാഫിറായി മരണപ്പെട്ടപ്പോൾ തബറഅ മിൻഹു, അതിൽ നിന്നിട്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും ചെയ്തു. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് തൻ്റെ മരണത്തോടടുത്ത സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം വീണ്ടും ദുആ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാലിദൈനിക്കുള്ള ദുആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു കാലത്തും ഒഴിവാക്കിയിട്ടില്ല. ആസർ എന്ന് പറയുന്ന അബിന് വേണ്ടിയുള്ള ദുആ അയാൾ കാഫിറായി മരണപ്പെട്ടത് കൊണ്ട് അയാൾക്ക് ഒഴിവാക്കി. അപ്പോൾ അബ് വേറെ വാലിദ് വേറെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വാലിദ് താരഹാണ്, ആസർ തന്നെ പോറ്റി വളർത്തിയ പിതൃവ്യനാണ്. അങ്ങനെ വരുമ്പോൾ ആ പാരമ്പര്യത്തിൽ മുവഹിദായ മുഅ്മിനായ ആളുകളല്ലാതെ ആരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യത്തിൽ എവിടെയും തന്നെ കാണാൻ കഴിയില്ല. ഇനി ഇവിടെ ഇപ്പോൾ നമ്മൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം തൊട്ട് അദ്നാൻ വരെ വന്ന 14 ഉപ്പമാരാണ് ഇവിടെ കാണുന്നത്.
15-ാമത്തെ ആൾ ഇസ്മായിൽ അലൈഹി ഇസ്ലാമാണ്. ഇവിടെ ചരിത്രകാരന്മാർക്ക് ചെറിയൊരു സംശയമുണ്ട്. മഹാനായ പിതാമഹൻ അദ്നാൻ ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ജീവിച്ചവരാണെന്ന് ചില ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസം വരും. ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താണ് അദ്നാൻ ജീവിച്ചത് എങ്കിൽ ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലം കഴിഞ്ഞ് 6 നൂറ്റാണ്ടായപ്പോഴേക്കും 20 ഉപ്പാപ്പന്മാർ കഴിഞ്ഞെങ്കിൽ ഈസ നബി അലൈഹി ഇസ്ലാം മുതൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാം വരെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്കിടയിൽ 15 25 ആളുകളുണ്ടായാൽ പോരല്ലോ. ഇതാണ് സംശയത്തിൻ്റെ പ്രധാന കാരണം. ആ സംശയത്തിൻ്റെ അടിവേരറുത്തുകൊണ്ട് പ്രഗത്ഭ ചരിത്രകാരന്മാർ മഹാനായ ഹാഫിദുദ്ദുന്യ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് അത് ചരിത്രകാരന്മാർക്ക് വന്ന കയ്യബദ്ധമാണ്. മറിച്ച് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിൻ്റെ കാലത്തും അതിൻ്റെ തൊട്ടുമുമ്പുമായി ജീവിച്ച ആളാണ് മഹാനായ മഅദ്ദും അദ്നാനും. എന്നല്ല, ബുഖ്തുനസറിൻ്റെ 1-ാം ആക്രമണം അതൊരു നീണ്ട ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അറബി ലോകത്തെ മുഴുവനും കിടിലം കൊള്ളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കുടുംബങ്ങളെ അറുകൊല ചെയ്തുകൊണ്ട് 2 പ്രാവശ്യം പടയോട്ടം നടത്തിയ ചക്രവർത്തിയാണ് ബാബിലോണിയ ഭരിച്ചിരുന്ന ബുഖ്തുനസർ എന്ന പേരിൽ അറിയപ്പെടുന്ന മുശ്രിക്കായ ഭരണാധികാരി ബുഖ്തുനസർ ചക്രവർത്തി. മഹാനായ മഅദ് അദ്നാനിന്റെ പുത്രൻ മഅദിന് 12 വയസ്സുള്ളപ്പോഴാണ് 1-ാം ആക്രമണം ബുഖ്തുനസർ നടത്തുന്നത്. ആ സമയത്ത് അന്ന് നിലവിലുണ്ടായിരുന്ന നബി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പ്രത്യേകം കൽപ്പിച്ചു. അർമിയ അലൈഹി ഇസ്ലാമായിരുന്നു അന്നത്തെ നബി. അർമിയ അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല വഹി അറിയിച്ചു. അള്ളാഹുവിന്റെ ശത്രുക്കളിൽപ്പെട്ട മുശ്രിക്കായ ബുഖ്തുനസറിനെ അറബികൾ അനാചാരങ്ങളിലും അക്രമങ്ങളിലും ഒഴുകി തെറ്റില്ലാതെ പതിച്ചത് കാരണം അവരൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ അടിമകളിൽപ്പെട്ട ബുഖ്തുനസറിനെ അറബികൾക്കെതിരിൽ അധികാരം കൊടുത്തിരിക്കുന്നു. പക്ഷേ അവൻ്റെ കയ്യേറ്റത്തിൽ നിന്നിട്ട് മഅദ് സുരക്ഷിതനായിരിക്കണം. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മഹാനായ അർമിയ അലൈഹിസ്സലാം മഅദിനെ തൻ്റെ ബുറാഖിലേറ്റി അവിടെ നിന്ന് ഷാമിലേക്ക് കൊണ്ടുപോയി. ഷാമിൽ ഇസ്രായേലിയരുടെ ജീവിച്ചു വളരുകയും അവിടെ നിന്ന് തന്നെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തു. മറ്റൊരു റിപ്പോർട്ടിൽ അല്ല, ബാബിലോണിയയിലേക്ക് തന്നെയാണ് മഹാനായ മഅദിനെ കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ബുഖ്തുനസറിന്റെ 1-ാം ആക്രമണ കാലഘട്ടം അവസാനിച്ചു. അറേബ്യൻ മേഖല സുരക്ഷിതമായപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇറാഖിൽ നിന്ന് അതല്ലെങ്കിൽ ഫലസ്തീനിൽ നിന്ന് മഅദ് മക്കയിൽ വരികയും തൻ്റെ അമ്മാവന്മാരാവുന്ന ജുർഹുമുകാർ അവരോടൊന്നിച്ച് താമസിക്കുകയും ആ ജീവിതത്തിൽ അവരിൽ നിന്നിട്ടൊരു വിവാഹം കഴിച്ചു. ആ വിവാഹത്തിലായി 17 ആമക്കൾ ജനിക്കുകയുണ്ടായി മഅദിന്. ഇത് യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന് തൊട്ട് മുമ്പാണ്. നിസാറല്ല, മഅദ് നമ്മളെ അദ്നാനിന്റെ പുത്രൻ മഅദ് തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ തൊട്ട് മുമ്പ് ആണ് ഈ 1-ാം ആക്രമണം നടന്നതും സംരക്ഷിക്കപ്പെട്ടതും. പിന്നീട് സന്താനങ്ങളുണ്ടായി, വലിയ സ്വാധീനമുണ്ടായി. മഹാനായ കരീമുല്ലാഹി മൂസാ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് മക്കളും പേരമക്കളുമായി കൊണ്ട് 40 അംഗം യോദ്ധാക്കളായി വളർന്നപ്പോൾ ലക്ഷങ്ങൾ വരുന്ന കരീമുല്ലാഹി മൂസാ അലൈഹി ഇസ്ലാമിന്റെ സൈന്യത്തെ മഅദിന്റെ മക്കളും പേരമക്കളും ഉൾപ്പെടെയുള്ള ഈ സൈന്യം കടന്നാക്രമിക്കുകയും അവരെ ബലപ്രയോഗത്തോൾ
അവരിൽ പലരെയും കൊലപ്പെടുത്തുകയും അവരുടെ ധനം അറബികളുടെ പാരമ്പര്യ പ്രകാരം കൊള്ള ചെയ്യുകയും ചെയ്തു പോന്നു. ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേലി സൈന്യത്തെ കേവലം 40 അംഗങ്ങൾ വരുന്ന മഅദും മക്കളും പേരമക്കളും കൂടി ആക്രമണിച്ച് കുറേ ആളുകളെ കൊല്ലുകയും അവരെ കൊള്ള ചെയ്യുകയും ചെയ്ത് സുരക്ഷിതരായി രക്ഷപ്പെട്ടപ്പോൾ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാമിൻ്റെ അരികിൽ ചെന്ന് ഇവർ സങ്കടം പറഞ്ഞു. മൂസാ നബിയെ, ഇത്രയും അംഗബലവും ശക്തിയുമുള്ള നമ്മെ കേവലം 40 അംഗങ്ങൾ വരുന്ന മഅദിൻ്റെ മക്കള് നമ്മെ ഈ നിലക്ക് ആക്രമണം നടത്തി സുരക്ഷിതരായി തിരിച്ചു പോയെങ്കിൽ അവരുടെ നിലനിൽപ്പ് നമ്മുടെ ജീവിതത്തെ തന്നെ ഭീഷണിപ്പെടുത്തും. അതുകൊണ്ട് അവർക്കെതിരിൽ നിങ്ങൾ ദുആ ചെയ്യണം എന്ന് അവരോട് ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം സാധാരണ ദുആ ചെയ്യുന്നതിന് മുമ്പ് വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷമേ ആർക്കും ദുആ ചെയ്യുകയുള്ളൂ. അങ്ങനെ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ദുആ ചെയ്യാൻ വേണ്ടി വുളൂ ചെയ്ത് നിസ്കരിച്ച ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിക്കുകയുണ്ടായി. കലീമുല്ലാഹി മൂസ, നിങ്ങൾ അവർക്കെതിരിൽ ദുആ ചെയ്തു പോകരുത്. മഅദിന്റെ മക്കൾ പരമ്പരയിലാണ് ഖാതിമുൻ നബിയീൻ അഷ്റഫുൽ ഖൽഖായ എൻ്റെ ഹബീബ് മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുക. മാത്രമല്ല ചില ദുർഗുണങ്ങൾ അവരിലുണ്ടെങ്കിലും സത്യത്തിലേക്കും സന്മാർഗത്തിലേക്കും സനാതന മൂല്യങ്ങളിലേക്കും ലോകത്ത് മറ്റാരെക്കാളും വേഗം തിരിച്ചു വരുന്നതും സത്യത്തിന് വഴിപ്പെടുന്നവരും അറബികളാണ്. മാത്രമല്ല അവരെ കൊണ്ട് ഞാൻ അവരെ ആദരിച്ചതിൻ്റെ പേരിൽ എൻ്റെ ഹബീബിനെയും അവരുടെ ഉമ്മത്തിനെയും ഞാൻ എൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെട്ട ബഹുമാനിക്കപ്പെട്ടവരായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം എത്രത്തോളം തമ്പുരാനെ നീ അവരെ ആദരിച്ച് ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് പറയുന്നത്, മൂസാ നബിയെ, അവർ എത്ര തന്നെ തെറ്റ് ചെയ്ത പാപികളാണെങ്കിലും മനസ്സറിഞ്ഞ് വന്ന തെറ്റിനെ പറ്റി പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് എന്നോട് അവർ പൊറുക്കലിനെ ചോദിച്ചാൽ അതുകൊണ്ട് ഞാൻ അവർ ചെയ്ത എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കും. നമുക്കിപ്പോൾ അതൊരു പുതുമല്ല. മൂസ നബി അലൈഹി സ്വലാമിന് അതൊരു വലിയ അത്ഭുത വാർത്ത തന്നെയാണ്. കാരണം അവർ വലിയ മഹാന്മാരായ ഇസ്രായേലികൾ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്യപ്പെട്ടവരാണ് അവർ. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹം കോരിച്ചൊരിയപ്പെട്ട ഇസ്രായേലിയർ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം തൂരി സിനായിലേക്ക് കിതാബ് സ്വീകരിക്കാൻ വേണ്ടി 40 ദിവസത്തേക്ക് മീഖാത്തിന് വേണ്ടി പോയി. മീഖാത്തിന് വേണ്ടി പോകുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം, ഞാൻ ചരിത്രത്തെ വഴിവറിയല്ല, മീഖാത്തിന് പോയ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം 30 ദിവസമാണ് മീഖാത്തായി നിശ്ചയിച്ചിരുന്നത്. 30-ാം ദിവസമായപ്പോഴേക്ക് നമ്മളെ നോമ്പ് പോലെയല്ല കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിൻ്റെ നോമ്പ്. ഈ 30 ദിവസത്തിൻ്റെ ഇടക്ക് നോമ്പ് തുറക്കുക എന്ന സംഭവം തന്നെ ഇല്ല. തുടർച്ചയായി 30 ദിവസം രാവും പകലും ഒറ്റ നോമ്പ. നമ്മളാണെങ്കിൽ മരിച്ച് ഖബറിലെത്തിയിട്ട് 7ഉം 15ഉം കഴിഞ്ഞിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ച് അത് സാധ്യമാവും. അതുകൊണ്ട് അല്ലാഹു തആല കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് അങ്ങനെ പറഞ്ഞു. 40 ദിവസം നോമ്പ് നോറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ 30 ദിവസം നോമ്പ് നോറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ വല്ലാത്ത വായനാറ്റം. നമുക്കറിയാലോ, ഇപ്പോൾ രാവിലെ നോമ്പ് തുടങ്ങിയാൽ നമുക്ക് ഉച്ച കഴിഞ്ഞാൽ വായി നാറാൻ തുടങ്ങും. പ്രത്യേകിച്ച് അസ്ര എന്തായാലും വായി നാറും. എങ്കിൽ 1 മാസം നോമ്പെടുത്താൽ പിന്നെ ആ വായുനാറ്റത്തിൻ്റെ കഥ പറയേണ്ടതില്ലല്ലോ. അള്ളാഹുമായിട്ടല്ലേ മുനാജാത്തിന് പോകുന്നത്. ഇങ്ങനെ നാറുന്ന വായുമായി റബ്ബ് തആലാന്റെ തിരുഹദ്റത്തിൽ ചെല്ലുന്നത് അദബുകേടാണെന്ന് മനസ്സിലാക്കിയ കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം നന്നായി ബ്രഷ് ചെയ്ത് വായ വൃത്തിയാക്കി. തുരിസിനായിൽ ചെന്നപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, മൂസാ നബിയെ, ഞാൻ നിങ്ങളോട് 1 മാസം നോമ്പെടുത്ത് വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്തേ ചെയ്തത്? അള്ളാഹുവെ, ഞാനൊരു മാസം നോമ്പെടുത്തു, പക്ഷേ മുനാജാത്തിന് വരാൻ നോക്കുമ്പോൾ എൻ്റെ വായ നാറിയിട്ട് വയ്യ. അപ്പോൾ ഞാനൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്, വായ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പല്ല് തേച്ചതാണ്. അല്ലാഹു തആല പറഞ്ഞത് പറ്റില്ല. ആ ഖലൂഫ് ഫമ്, നോമ്പുകാരൻ്റെ വായിൽ നിന്ന് വരുന്ന ആ പ്രത്യേക വാസന,
അതോടുകൂടി എന്നോട് സംസാരിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇത് പരിഹരിക്കാൻ വേണ്ടി തുടർന്ന് 10 ദിവസവും കൂടി നോമ്പെടുക്കണം. 30 ദിവസം കഴിഞ്ഞാൽ മുനാജാത്ത് കഴിഞ്ഞ് കിതാബുമായിട്ട് വരാമെന്ന് പറഞ്ഞ് പോന്ന ഇസ്രായേലിയർ 31-ാം ദിവസം മൂസാ നബിനെ കാണാനില്ല. 31-ാമത് ദിവസവും കാണാനില്ലാത്തപ്പം വേറൊരു മൂസൻ്റെ ഇനി ബനി ഇസ്രായേൽക്കാരുടെ കൂട്ടത്തിൽ ഇയാൾക്ക് സാമിരി എന്നൊരു വിളിപ്പേരുണ്ട്. പേര് അയാളത് മൂസാ തന്നെ, സാമിരി എന്നൊരു പേരുണ്ട്. അയാൾ മുനാഫിക്കാണ്. പുറത്ത് മുഅ്മിനായിട്ട് അഭിനയിക്കുമെങ്കിലും ഉള്ളിൽ ശുദ്ധ കാഫറാണ്. മുനാഫിക്കായി ജീവിക്കുന്ന സാമിരി പറഞ്ഞു, മക്കളെ, മൂസാ നബി പടച്ചോനെ കാണാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു സീനായി പോയതാ, ഞാൻ കാണിച്ചു തരാം. മൂസാ നബിനെ നിങ്ങൾ അങ്ങനെ കുറച്ച് ദിവസത്തിൻ്റെ കാലത്തിൻ്റെ ഇടയിലൊന്നും കാണൂല, ഒരു അള്ളാനും തിരഞ്ഞെടുക്കുക, അവിടെ ഒന്നും അള്ളല്ല, അള്ള എവിടെയുള്ളത്, ഞാൻ കാണിച്ചു തരാറുണ്ട്. അങ്ങനെ ഇവരെന്താക്കി, ഈജിപ്തിൽ നിന്ന് പോരുന്ന സമയത്ത് എല്ലാവരും കൂടി ഒന്നിച്ചു പോരുമ്പം കാരണം പറയണമല്ലോ എന്ന നിലക്ക് ഒരു കല്യാണത്തിന് പോകാനുണ്ടെന്ന് കളവ് പറഞ്ഞ് ഇസ്രായേലികളിൽ പെണ്ണുങ്ങളൊക്കെ പോയിട്ട് ഈ കിബുത്തികളിൽപ്പെട്ട സ്ത്രീകളോട് ആഭരണം ധാരാളം വായ്പ വാങ്ങി. അങ്ങനെ ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾ വായ്പ വാങ്ങിയ ടൺ കണക്കിന് വരുന്ന സ്വർണ്ണാഭരണങ്ങളുണ്ട്. ഇത് ആരാൻ്റെ, കാഫറിൻ്റെതാണെങ്കിൽ പോലും ആരാൻ്റെതല്ലേ, ഇവർക്കിത് ഉപയോഗിക്കാൻ ഒരു വൈമനസ്യം. അങ്ങനെ വന്നപ്പോൾ ഈ സന്ദർഭം ശരിക്കും മുതലെടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആ സ്വർണ്ണമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും, ഞാൻ കാണിച്ചു തരാറ്. അപ്പം ഇയാൾ തട്ടാനാണ്, സ്വർണ്ണപ്പണിക്കാരനാണ്. സ്വർണ്ണമെല്ലാം കൊണ്ടുവന്നപ്പം തീയിലിട്ട് ഉരുക്കി ഒരു മൂരിക്കുട്ടിയുടെ രൂപമാക്കി ഈ പൊന്നുകൊണ്ട്. എന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴും ഫിറൗനെ വെള്ളത്തിലിറക്കാൻ വേണ്ടിയിട്ട് ജിബ്രീൽ അലൈഹി സ്വലാം പെൺകുതിരയുടെ പുറത്ത് വന്നു. അത് കണ്ട് ആ പെൺകുതിരയോടുകൂടി ജിബ്രീൽ അലൈഹി സ്വലാം കടലിലിറങ്ങിയപ്പോൾ ആൺകുതിരയായിരുന്ന ഫിറൗൻ്റെ കുതിര പിന്നിലിറങ്ങി. ഈ കുതിര പോകുന്ന കാൽപ്പാട്ടിൽ നിന്നിട്ടും ഒരു പിടി മണ്ണ് വാരി സൂക്ഷിച്ചിരുന്നു. കാരണം ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ ഈ കുതിര ചവിട്ടിയ സ്ഥലത്ത് ചവിട്ടി കാലെടുക്കുമ്പം അവിടെ സസ്യലതാദികൾ മുളച്ചു വരുന്ന കണ്ടു. അപ്പം ഇതിലെന്തോ പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലാക്കി ഈ സാമിരി ഈ മണ്ണ് വാരി സൂക്ഷിച്ചിരുന്നു. അങ്ങനെ മോരിയുടെ കോലത്തിൽ ഈ സ്വർണ്ണാഭരണങ്ങളെ കൊണ്ട് വാർത്തുണ്ടാക്കിയ ഈ രൂപത്തിൻ്റെ വായിലേക്ക് ഈ മണ്ണിൽ നിന്നിട്ട് അല്പം വെച്ചു കൊടുത്തപ്പോൾ അതാ ജീവൻ വന്നു, ഓടുന്നു, ചാടുന്നു, ശബ്ദിക്കുന്നു. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ഇതൊക്കെ എപ്പോഴാണ്? 30 ദിവസം വരെ ഒരു പ്രശ്നവുമില്ല. 30 ദിവസം വരെ ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹി സ്വലാം പറയുന്നതനുസരിച്ച് മോമിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിച്ച ഇസ്രായേലിയർ ബാക്കി വന്ന 10 ദിവസം നേരത്തെ പറയാത്തത് കൊണ്ട് ഇവന് മുതലെടുക്കാൻ കഴിഞ്ഞു. അള്ളാഹുവിനെ തേടിപ്പോയ മൂസാ നബി അലൈഹി സ്വലാം വഴിവയച്ചിരിക്കുന്നു, അള്ളാഹ് എവിടെ ഉണ്ട് അറിഞ്ഞിട്ട് ഇതാണ് അള്ളാഹു എന്ന് പറഞ്ഞ് അങ്ങനെ ബാക്കി വന്ന ദിവസങ്ങൾ ഈ പശുവിന് പൂജിച്ചു വിവരമില്ലാത്ത ജാഹിലുകൾ. സാമിരി അവരെ വഴിവെറ്റിച്ചു. പക്ഷേ മഹാനായ ഹാറൂൻ അലൈഹി സ്വലാം പറഞ്ഞു നോക്കി, മക്കളെ, ഇത് നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങിയതാണ്, ഇത് ഇലാഹല്ല, അത് നമ്മളെപ്പോലത്തെ ഒരു സൃഷ്ടി മാത്രമാണ്. നമ്മയൊക്കെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആകാശഭൂമികളുടെ യജമാനനായ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതൊന്നും പറയണ്ട, മൂസ വരട്ടെ, നേരിട്ട് മൂസ പറയുന്നത് വരെ ഞങ്ങൾ ഇതിൽ മാറൂല. സാനി ബിരി സലാം 40 ദിവസം കഴിഞ്ഞു, തൗറാത്ത് കിട്ടി, മുനാജാത്ത് കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വന്ന് നോക്കുമ്പോഴല്ലേ കണ്ട കാഴ്ച, ലക്ഷക്കണക്കായ ഇസ്രായേലിയർ സ്വർണം കൊണ്ട് നിർമ്മിച്ച ജീവൻ വന്ന ഒരു മൂരിയുടെ രൂപത്തിൻ്റെ മുന്നിൽ പൂജയർപ്പിച്ചുകൊണ്ടും പാട്ടുപാടിയും ഡാൻസ് ചെയ്തും ഉത്സവം കൊണ്ടാടുകയാണ്. സാനബി അലൈഹി ഇസ്ലാമിനുണ്ടായ ദേഷ്യത്തിന് കണക്കില്ല. ഏതായാലും ചുരുക്കാതെ ചരിത്രം അതല്ലല്ലോ നമ്മുടെ വിഷയം. അങ്ങനെ മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി, അവർക്ക് കുറ്റം ബോധ്യപ്പെട്ടു. അങ്ങനെ അവർ തൗബ ചെയ്യാൻ തയ്യാറായി. കേവലം ഒരാഴ്ച അല്ലെങ്കിൽ 8 ദിവസം വിവരമില്ലാതെ ഒരു മുനാഫിക്കായ മനുഷ്യൻ്റെ തെറ്റിദ്ധരിപ്പിക്കലിൽ കുടുങ്ങിക്കൊണ്ട് മൂരിക്കാരാധിച്ചു എന്ന തെറ്റിനു വേണ്ടി തൗബ ചെയ്യാൻ അല്ലാഹു തആല പറഞ്ഞത്, തൂബൂ ഇലാ ബാരിക്കും ഫഖ്തുലൂ അൻഫുസക്കും, നിങ്ങളുടെ സൃഷ്ടാവാവുന്ന യജമാനിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കൊള്ളണം. എന്താ വേണ്ടത്? ഫഖ്തുലൂ അൻഫുസക്കും,
മൂരിക്കാരാധിക്കാത്തവർ വെട്ടിക്കൊല്ലണം. തൗബയാണ്. ഒരാഴ്ച ശിർക്ക് ചെയ്തതിന് തൗബ അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ തെറ്റ് ചെയ്യാത്ത മോമിനുകൾ, തെറ്റ് ചെയ്ത മുശ്രിക്കുകൾ തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് വരികയും വേണം. എന്നിട്ട് അവര് ഇരുന്നു കൊടുക്കണം കൊല്ലാൻ വേണ്ടി. ഇരുന്നു കൊടുക്കുമ്പോൾ തന്നെ എന്ത് വേണം? അത്തഹിയ്യാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കണം. തല ഉയർത്തി മേൽപോട്ട് നോക്കാൻ പാടില്ല, തല അധികം താഴ്ത്തിപ്പിടിക്കാൻ പാടില്ല. തന്നെ വെട്ടാൻ വരുന്നത് ആരാണെന്ന് നോക്കാൻ വേണ്ടി അവരുടെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല. അഥവാ മുഖത്തേക്ക് നോക്കിയാൽ അവന്റെ തൗബ സ്വീകാര്യമല്ല. വാപ്പ ആരാധിച്ചിട്ടുണ്ടാവും, മകൻ ആരാധിക്കാത്തവനുണ്ടാവും. മകൻ ആരാധിച്ചവനുണ്ടാവും, വാപ്പ ആരാധിക്കാത്തവരുണ്ടാവും. ജ്യേഷ്ഠൻ പുരുഷനെ ആരാധിച്ചവരുണ്ട്, അനുജൻ ആരാധിക്കാത്തവനുണ്ട്. അനുജൻ ആരാധിച്ചവനുണ്ട്, ജ്യേഷ്ഠൻ ആരാധിക്കാത്തവരുണ്ട്. ഒക്കെ ഒരു കുടുംബല്ലേ? അങ്ങനെ അല്ലാഹു തആല ഓർഡർ ചെയ്തു, മൂരിക്കാരാധിച്ചവരെ കൊല്ലുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. വാളുമായി കൊല്ലാൻ നോക്കുമ്പോ സ്വന്തം മകൻ, സ്വന്തം ജ്യേഷ്ഠൻ, സ്വന്തം അനുജൻ, സ്വന്തം വാപ്പ, സ്വന്തം എളാപ്പ, സ്വന്തം മൂത്താപ്പ, ബേജാറായി. അല്ലാഹു തആല പറഞ്ഞു, മറ്റു മാർഗമൊന്നുമില്ല. നിങ്ങൾക്ക് തൗബ വേണോ? ഫഖ്തുലു അൻഫുസക്കും. മൂസാ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, പഠിച്ചവനെ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു രക്ഷ നീ ഇറക്കിത്തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വെള്ള കാർമേഘം ഇറക്കി. ആ കാർമേഘത്തിൽ ആരും ആരുടെയും മുഖം കാണാത്ത ഒരവസ്ഥ. പുകപടലം പറഞ്ഞതുപോലെ ആർക്കും ആരുടെയും മുഖം കാണില്ല. അങ്ങനെ ആരും ആരാണ് വെട്ടുന്നതെന്ന് നോക്കരുതെന്ന് കൽപ്പിക്കുകയും അങ്ങനെ 70,000-ലധികം വരുന്ന ആളുകളെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു. അപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും സുജൂദിൽ കടന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്ത്, പഠിച്ചവനെ ഈ നിലക്ക് പോയാൽ ബനി ഇസ്രായേൽ ലോകത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു പോകും. നിന്റെ ഒളബിനെ നീ ഞങ്ങളിൽ നിന്ന് ഉയർത്തിക്കളയണമേ എന്ന് ദുആ ചെയ്തപ്പോൾ 70,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ ബാക്കിയുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് കൊടുത്തു. ഒരാഴ്ചക്കാലം അല്ലെങ്കിൽ 8 ദിവസക്കാലം തെറ്റ് ചെയ്തതിന് പറഞ്ഞ തൗബയത്. ആ മൂസാ നബി അലൈഹി ഇസ്ലാമിനോടാണ് എന്ത് പറയുന്നത്? എത്ര തന്നെ തെറ്റ് ചെയ്തവരാണെങ്കിലും എൻ്റെ അന്ത്യപ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തി എത്ര കൊല്ലം തന്നെ തെറ്റ് ചെയ്താണെങ്കിലും, അത് എത്ര വലിയ തെറ്റ് തന്നെ ചെയ്തവനാണെങ്കിലും, ശിർക്കുൾപ്പെടെ ഒരു മനുഷ്യൻ ജനം തൊട്ടിട്ട് 100 വയസ്സ് ജീവിക്കുമ്പോൾ 99 ദിവസവും 364 ദിവസവും എന്തെന്നെ ശിർക്കിൽ തന്നെയാണ്. അവസാനം മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഇന്നി ബരീഉൻ മിൻ കുല്ലി ദീനിൻ യുഖാലിഫു ദീനൽ ഇസ്ലാം. ഏകനാവുന്ന തമ്പുരാൻ, ലോകരക്ഷിതാവായ അല്ലാഹു, അവനല്ലാതെ ഇബാദത്ത് ചെയ്യാൻ തരപ്പെട്ട ഇലാഹില്ല എന്ന് ഞാൻ മനസ്സാ വിശ്വസിച്ച് നാവാൽ പ്രകടിപ്പിച്ച് വെളിവാക്കി പറയുന്നു എന്നും ഐനുർ റഹ്മത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അന്ത്യപ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുന്നു എന്നൊരൊറ്റ 2 കലിമത്ത് ഒറ്റ പ്രാവശ്യം സ്വബോധത്തോടു കൂടി പറഞ്ഞാൽ ഈ 99 കൊല്ലവും 100ാമത്തെ കൊല്ലത്തിൻ്റെ 364 ദിവസവും ഒരു ദിവസം മരിക്കുന്ന ഈ ഒരൊറ്റ ദിവസം ഈ കലിമത്ത് പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട് അൽ ഇസ്ലാമു യജിബ്ബു മാ കാന ഖബ്ലഹു. ശിർക്കുൾപ്പെടെയുള്ള ഇതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരലോടുകൂടി പൊറുക്കപ്പെടും. അപ്പൊ ശിർക്ക് പൊറുക്കപ്പെടൂല എന്നൊരു കേൾവി ഉണ്ടല്ലോ പൊതുവെ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹുവിനോട് ശിർക്ക് വെക്കുന്നത് അവൻ പൊറുക്കുകയില്ല, ശിർക്കല്ലാത്ത ദോഷങ്ങളൊക്കെ അവൻ ഉദ്ദേശിച്ചവർക്ക് പൊറുക്കപ്പെടും എന്നല്ലേ? അത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ശിർക്ക് പൊറുക്കില്ല എന്ന് പറഞ്ഞാൽ ശിർക്കോട് കൂടി ഒരാൾ മരണപ്പെട്ടു പോയി,
ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ ശിർക്കും കുഫറും അല്ലാത്ത അതിന് കീഴ്പ്പെട്ടുള്ള ഏത് വൻദോഷവും ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്ത് തൗബ ചെയ്താതെ മരണപ്പെട്ടു പോയാൽ ചിലപ്പോൾ അല്ലാഹു തആല ശിക്ഷിച്ചെന്ന് വരും, ചിലപ്പോൾ അല്ലാഹു തആല സൗജന്യമായി പുറത്തു കൊടുത്തെന്ന് വരും, മറ്റ് ചിലപ്പോൾ അമ്പിയാക്കന്മാരുടെയോ ശുഹദാക്കളുടെയോ സ്വാലിഹീങ്ങളുടെയോ ഷഫാഅത്ത് കൊണ്ട് പുറത്തു കൊടുത്തെന്ന് വരും. ഇങ്ങനെയൊക്കെ കുഫറും ശിർക്കുമല്ലാത്ത ബാക്കി പാപങ്ങളൊക്കെ ആഖിറത്തിൽ വെച്ച് അല്ലാഹു തആല പുറത്തു കൊടുത്തെന്ന് വരും. എന്നാൽ കുഫറോട് കൂടിയോ ഷിർക്കോട് കൂടിയോ ഒരാൾ മരണപ്പെട്ടാൽ അവിടെ സ്വയം അല്ലാഹു പുറത്തു കൊടുക്കില്ല, നബിമാരുടെ ഷഫാഅത്ത് അവർക്ക് ലഭിക്കില്ല. അതിൻ്റെ ശേഷം പറഞ്ഞ അമ്പിയാക്കള്, സ്വാലിഹീങ്ങള്, ശുഹദാക്കള് തുടങ്ങിയ ആരുടെയും ഷഫാഅത്ത് സ്വീകാര്യമല്ല. അതിന് ശിക്ഷ നിർബന്ധമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ദുന്യാവെന്ന് പൊറുക്കൂല എന്ന് പറഞ്ഞിട്ടില്ല. ദുന്യാവെന്ന് പൊറുക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ സ്വഹാബത്തിൽ മഹാഭൂരിപക്ഷവും ആദ്യകാലത്ത് മുശ്രിക്കുകളും കാഫിറുകളും അല്ലേ. ഇസ്ലാമിലേക്ക് വന്നാൽ നബി തങ്ങൾ പറഞ്ഞതിനാൽ ഇസ്ലാമു യജിബു മാ കാന ഖബ്ലഹു, ഇസ്ലാമിൻ്റെ മുമ്പ് എന്തുണ്ടെങ്കിലും അതെല്ലാം മുറിച്ചു കളയും ഇസ്ലാമിലേക്ക് വരലോടുകൂടി. ഇവിടെ അതല്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ തെറ്റ് ചെയ്താൽ പശ്ചാത്തപിച്ച് നിബന്ധനയനുസരിച്ച് തൗബ ചെയ്താൽ അല്ലാഹു തആല അത് കബൂൽ ചെയ്യും. അതിന് ഇവർക്ക് പറഞ്ഞതുപോലെയുള്ള കഠിനമായ ഉപാധികളൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു പറഞ്ഞു, എൻ്റെ ഹബീബ് തങ്ങൾ ഒരാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ അത് ഏതൊരു മുഅ്മിനായ മനുഷ്യനാണെങ്കിലും അവൻ എത്ര തന്നെ വൻദോഷം ചെയ്ത മഹാപാപിയാണെങ്കിലും അവന് ഞാനത് പുറത്തു കൊടുക്കും. ദുനിയാവിൽ നിന്ന് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയ ഒരു വൻദോഷം ചെയ്ത ഫാസിഖ് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ ഷഫാഅത്ത് ചെയ്താൽ അത് പുറത്തു കൊടുക്കും. ഷഫാഅത്തി ലി അഹ്ലിൽ കബായിർ മിൻ ഉമ്മത്തി എന്ന ഹദീസിൽ കാണാം. മദീനത്ത് റൗള കഴിഞ്ഞിട്ട് നമ്മൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സിയാറത്തിന് പോകാൻ വേണ്ടിയിട്ട് ആ പടിഞ്ഞാറേ ഭാഗത്ത് തെക്കേ ഭാഗത്തേക്ക് കടക്കുമ്പോൾ അവിടെ അങ്ങനെയാണല്ലോ, എൻ്റെ ഭാഗത്ത് തെക്കോട്ടാണല്ലോ, കടക്കുമ്പോൾ അവിടെ ആ ഗേറ്റ് വരെ എഴുതിച്ച് കാണാം, ഷഫാഅത്തി ലി അഹ്ലിൽ കബായിർ മിൻ ഉമ്മത്തി. വൻദോഷം ചെയ്ത് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയ ആളുകൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രത്യേകം ഷഫാഅത്ത് ചെയ്യുക. അപ്പോൾ ദുനിയാവിൽ വെച്ചും ആഖിറത്തിൽ വെച്ചും പാപികൾക്ക് ഷഫാഅത്ത് ചെയ്താൽ ദോഷം പൊറുക്കുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക മഹത്വമായി പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. ആ ഭാഗം കുറച്ച് നീണ്ടുപോയി, ഞാൻ ചുരുക്കുകയാണ്. ചുരുക്കത്തിൽ മൂസ നബി അലൈഹി ഇസ്ലാം അവർക്കെതിരിൽ ദുആ ചെയ്തില്ലെന്ന് മാത്രമല്ല, മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം ഈ പാരമ്പര്യം തുടർന്നു പോരുന്നു. ഇനി അതിലേക്ക് ഇൻഷാ തുടർന്ന ക്ലാസ്സുകളിൽ പറയാം. ഈ രണ്ടാളെ സംബന്ധിച്ച് ചെറിയത് പരിചയപ്പെടുത്തിയാൽ, ഒന്നാമത് നമ്മൾ പറഞ്ഞത് അദ്നാനാണല്ലോ. ഈ അദ്നാൻ മഹാനായ വ്യക്തിയായിരുന്നു, മക്കയിലെ നേതാവായിരുന്നു എന്നതിൻ്റെ പുറമെ കഅബ ഷരീഫിനെ അന്ന് വരെ കില്ലണിയിക്കുക എന്ന് പറയുന്ന സമ്പ്രദായം നടപ്പിലില്ലായിരുന്നു. മൃഗങ്ങളുടെ തോല് ഓറക്കിട്ട് വൃത്തിയാക്കി അത് വസ്ത്രം പോലെയാക്കി പരസ്പരം തുന്നിപ്പിടിപ്പിച്ച് ഈ തോല് കൊണ്ടുള്ള കില്ലയുണ്ടാക്കി കഅബ ഷരീഫിനെ ആദ്യമായി കില്ല അണിയിച്ച വ്യക്തി മഹാനായ അദ്നാൻ എന്നവരാണ്. ചുരുക്കട്ടെ, മഹാനവറുകൾക്ക് ഒന്ന് നബി തങ്ങളുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട മഅദ് എന്നൊരു പുത്രനുണ്ട്, അദ്ദീൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു പുത്രനുണ്ട്, അബി എന്ന് പറഞ്ഞിട്ട് വേറൊരു പുത്രനുണ്ട്, അൽഹയ്യ് എന്ന് പറഞ്ഞിട്ട് വേറൊരാള്, ഉദയ്യ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരാള്, അദൻ എന്നൊരാള്, അൽ ഹാരിസ് എന്നൊരാള്, അൽ മുദ്ഹിബ്. ഇങ്ങനെ 8 ആൺമക്കളുണ്ടായിരുന്നു മഹാനായ അദ്നാൻ. ഈ 8 ആൺമക്കളുടെയും പാരമ്പര്യം അറബി വംശചരിത്രം പഠിപ്പിക്കുന്നിടത്ത് ഇവർക്കൊക്കെയും അറബികളിൽ പ്രത്യേക ഗോത്രങ്ങളും വംശങ്ങളും നിലനിൽക്കുന്നതായി കാണാം. പക്ഷേ നമ്മുടെ ചരിത്രം അതിലൂടെ പോകുന്നില്ല. കൂട്ടത്തിൽപ്പെട്ട മഅദിനെ പറ്റി മാത്രമുള്ള ചർച്ചമേ നമ്മളുടെ ചരിത്രത്തിൽ വരൂ. ഇനി മഅദിന് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നേരെ 17 മക്കളുണ്ടായിരുന്നു. മഅദിന് 17 മക്കളുണ്ടായിരുന്നു. ഈ 17 മക്കളിൽ 9 പേർക്ക് സന്താനങ്ങൾ ജനിച്ചിട്ടില്ല. അങ്ങനെ ജനിച്ച് മരണപ്പെട്ടു പോയവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചരിത്രം തേടി പോകേണ്ട ആവശ്യവും ഇല്ല. ബാക്കി 8 പേർക്കാണ് സന്താന പരമ്പരയുള്ളത്. 1 ഖുലാഅത്ത്, 2 നബി തങ്ങളുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട നിസാർ, 3 ഇയാദ്, 4 ഹൈദാൻ, 5 ഉബൈദ്, 6 ജുതൈദ്,
7 സുലൈം, 8 കുൻസ്, 9 8 മക്കൾ. ഇവരുടെ മക്കൾ പരമ്പരയാണ്. ഈ മക്കളും മക്കളെ മക്കളും കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ 40 പേര് കഴിഞ്ഞപ്പോഴാണ് നേരത്തെ പറഞ്ഞ ഇസ്രായേലിയരെ ആക്രമിക്കുകയും അവരെ കൊള്ളയടിക്കുകയും ചിലരെ എതിർത്തുന്നവരെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞത്. ഇനി ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒറ്റ പറച്ചിൽ വിശദീകരിച്ച് പറയാണ്ട് അവിടെ നിന്നിട്ട് ഓരോരുത്തരുടെയും ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ ചരിത്രത്തിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. എങ്കിൽ ഇനി വരുന്ന ബാക്കി 18 പേരെ കുറിച്ച് ചെറിയൊരു വിവരണം വന്നാൽ ലാസ്റ്റ് എത്തുമ്പോൾ ഹുസൈൻ മുതൽ ചിലത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവിടെ നിന്ന് കീഴ്പ്പെട്ട് കുറച്ചൊന്ന് വിശദീകരിച്ച് അതിന് മുമ്പുള്ളത് പക്ഷെ നമ്മൾ പറയാതെ നിവൃത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രസംഗത്തിൽ വീഡിയോ കാസറ്റിൽ ഞാൻ കേട്ടു, ഉദ്ധരിക്കാൻ പോലും എനിക്ക് പേടിയാണ്. ഈ സുന്നികൾ പാവപ്പെട്ട കേവലം 7 വയസ്സ് മാത്രമായ മക്കളോട് 20 കാഫിരീങ്ങളുടെ പേരല്ലേ ചൊല്ലിപ്പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ മക്കൾ എവിടുന്ന് നന്നാവാനാണ് എന്ന് പറഞ്ഞിട്ട് 20 കാഫിരീങ്ങളെ പേരാണ് ചൊല്ലിപ്പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭംഗിയായി അബൂ അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമും അബ്ദു മനാഫിൻ മുൻതസിബ് ഉസൈകിലാബും മുറത്തും കഅബുൽ ലുഐ ആലിബു ഫിഹ്റും മാലിക്കും നദറുൻ നുഖൈ കിനാനത്തും ഹുസൈമത്തും വ മുദ്രിക ഇല്യാസു സുമ്മാ മുദറൂക്കും മുദ്രിക നിസാറുഹും മാ അദ്ദുഹും അദ്നാനു തർതീബുഹും മാ തബിഹി തിബിയാനു. ഈ ബെയ്ത്ത് ചൊല്ലിയിട്ട് പറയാ, കൂട്ടരെ ഇതിൽ ഒന്നെങ്കിലും മോമിനുണ്ടോ? എവിടെ എത്തി അല്ലാഹുവിൻ്റെ റസൂലിനോടുള്ള ധിക്കാരം? എവിടെ എത്തി? ഇന്ന് തൗഹീദിന് വേണ്ടി ജീവിച്ച എന്നെ മുശ്രിക്കായി എൻ്റെ കൂട്ടുകാർ പറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ് അയാൾ. അത് കേട്ടേ പറ്റൂ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പിതാക്കന്മാരായ മഹത്തുക്കളായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മക്കളായ തൗഹീദിൻ്റെ വാഹകരായ 20 മഹാന്മാരെ സംബന്ധിച്ച് 20 കാഫറുകൾ എന്ന് പറഞ്ഞ അവനെ സംബന്ധിച്ച് സ്വന്തം കൂട്ടുകാർ മുശ്രിക്ക് എന്ന് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പം അതിനെപ്പറ്റി ചെറിയൊരു അന്വേഷണം നമുക്ക് നടത്തിയേ പറ്റൂ. വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് ഹുസൈൻ മുതൽക്ക് കീപ്പോട്ട് പറയാം. അതുവരെയുള്ള ഒരു ഒറ്റ നോട്ടത്തിലുള്ള ഒരു ഓട്ടപ്രദർശനവും തുടർന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് നേരിട്ട് കടന്നു നിന്നാൽ നമ്മുടെ റബീഉൽ അവ്വൽ മുഴുവനും പറഞ്ഞാലും പറഞ്ഞു തീരൂല. എന്നാലും പറ്റുന്നിടത്തോളം ദിവസം നമുക്ക് പഠിക്കാൻ നോക്കാം. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അവൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പഠിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹബീബിനെ സംബന്ധിച്ചുള്ള പഠനമാണ്. അതാണ് ദീന്. അതുകൊണ്ടേ ഈമാൻ നിലനിൽക്കുകയുള്ളൂ, അതുകൊണ്ടേ ആഖിറം രക്ഷപ്പെടുകയുള്ളൂ. ആ ഹബീബിലേക്ക് അടുത്ത് അവരെ മനസ്സിലാക്കി അവരെ പിൻപറ്റി ആ മഹബത്ത് കൈമുതലാക്കി കൊണ്ടു നടന്ന് അവരോടൊപ്പം സ്വർഗം പോകി അവരുടെ ജിവാറിലായി റബ്ബിൻ്റെ ലിഖാ കാണാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, സ്നേഹജനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, എല്ലാ സത്യവിശ്വാസികൾക്കും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.